മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ വിശ്വമഹാദർശനങ്ങളുടെ ഭൂമിക എന്ന ഈ ചർച്ചാ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ജെറി തോമസ് അവർകൾ, അതുപോലെ ഏവർക്കും പരിചിതനായ അനിൽകുമാർ വിവയ്യത്ത് തുടങ്ങിയ സഹോദരങ്ങളാണ്. നാം ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് നാളുകളായി ബൈബിൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ക്രൈസ്തവ വിശ്വാസ സമൂഹം ഈ ബൈബിളിനെ എങ്ങനെ നോക്കിക്കാണുന്നു, ബൈബിൾ ഏത് രീതിയിൽ പഠിക്കുന്നു, ബൈബിൾ പഠനം ഏതൊരു തരത്തിൽ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കപ്പെടും, ഇതെല്ലാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെ അവരുടെ അറിവിനെ ഒക്കെ ആസ്പദമാക്കി നമുക്ക് വിലയിരുത്തുവാനും ഉൾക്കൊള്ളുവാനും കഴിയും. എന്നാൽ ബൈബിൾ ശരിയായ രീതിയിലുള്ള പഠനവും ആ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന അറിവും ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഉൾക്കാഴ്ചയും ആ ഉൾക്കാഴ്ചയുടെ പ്രായോഗികവത്കരണം ഒരു വിശ്വാസി ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ രൂപപ്പെടലിനെ, അവൻ്റെ ക്രിസ്തുവിൻ്റെ താതാത്മ്യ രൂപീകരണത്തെ ഒക്കെ വളരെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഈ തരത്തിലുള്ള ഒരു പഠന പരമ്പരയാണ് ബൈബിൾ വിശ്വമഹാദർശനങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പഠന പരമ്പരയാണ് ബൈബിൾ വിശ്വമഹാദർശനങ്ങളുടെ ഭൂമിക എന്ന ഈ പഠന പരമ്പരയിൽ കൂടെ ഞങ്ങൾ തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ സഹൃദയരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാഭിവാദനം അർപ്പിക്കുന്നു. ഈ തരത്തിലുള്ള പഠന കാര്യങ്ങളെ വിവിധ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ഇന്ന് പ്രിയ സഹോദരൻ ജെറി തോമസിനോട് ചില കാര്യങ്ങൾ ചോദിച്ച് ആരംഭിക്കാം എന്ന് താല്പര്യപ്പെടുന്നു. ജെറി തോമസ്, ഇന്ന് നമ്മൾ ബൈബിൾ പഠനം എന്ന് പറയുന്നത് ക്രൈസ്തവ ലോകത്തിനൊരു പുതിയ കാര്യമല്ല. ബൈബിൾ പ്രസംഗം എന്ന് പറയുന്നതും ക്രൈസ്തവ ലോകത്തിന് പുതിയ കാര്യമല്ല. അപ്പോൾ നമ്മൾ ബൈബിളിനെ എങ്ങനെ പഠിക്കണം എന്ന് നമ്മുടെ സഹോദരങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ ഒരു ആമുഖമായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയും എന്ന് ചുരുക്കി പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ബാലസുബ്രഹ്മണ്യം ബ്രദർത്തിനും അനിൽകുമാർ അയ്യപ്പൻ സഹോദരനും എൻ്റെ വളരെയേറെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ദൈവം സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സുബ്രഹ്മണ്യം ബ്രദർ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് കടക്കട്ടെ. ബൈബിളിൻ്റെ പ്രത്യേകത എന്ത് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബൈബിള് മാത്രമാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിലൂടെ ഒരു ദർശനം ലോകത്തിന് പങ്കുവെച്ച ഏക കൃതി. ദർശനങ്ങൾ സാധാരണ പഠിപ്പിക്കുന്നത് ഇപ്പം നമുക്കറിയാം, ബ്രഹ്മസൂത്ര എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഹൈന്ദവ ദർശനം, അത് ഒരു തത്വതലത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതൊരു പ്രപ്പോസിഷൻസ് ആയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് അശ്വറുമായിട്ട് കഴിഞ്ഞ് ചർച്ച ചെയ്ത വീഡിയോയിലും നമ്മൾ പറഞ്ഞതാണ്. സാധാരണ തത്വദർശനം പഠിപ്പിക്കുന്നത് പ്രപ്പോസിഷൻസ് ആയിട്ടാണ്, ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ്.
അല്ലാതെ ഇപ്പോൾ നമുക്കറിയാം ബുദ്ധിസ്റ്റിൻ്റെയൊക്കെ കഥകളിൽ, ജാതക കഥകളിലൊക്കെ കഥകളിലൂടെ ദർശനം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ചരിത്രത്തിലെ ചരിത്ര സത്യങ്ങൾ എടുത്തുകൊണ്ട്, അതും തുടർമാനമായ ചരിത്ര സത്യങ്ങൾ എടുത്തുകൊണ്ട് ദർശനം പഠിപ്പിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിള് മാത്രമാണ്. അതങ്ങനെയാണെന്ന് നമ്മൾ പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ബൈബിളിലെ ഓരോ സംഭവങ്ങളുടെയും അർത്ഥവും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഉൾക്കാഴ്ചയും അതെങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ, ആ ദർശനത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മൾ ഓർത്ത് ചിന്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭൂരിഭാഗം ബൈബിളും ഇതൊരു ചരിത്രം പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മളങ്ങ് വായിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് തിരുത്തിയിട്ട് ഈ ചരിത്രം പറഞ്ഞിരിക്കുന്ന സംഭവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദർശനത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്, ഒരു ചെറിയ ശ്രമമാണ് ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബൈബിൾ നാം പഠിക്കുന്ന രീതി അനുസരിച്ച് ഇപ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറവുകൾ അല്ലെങ്കിൽ പാളിച്ചകൾ എന്തെല്ലാമാണ് എന്നാണ് ബ്രദർ മനസ്സിലാക്കിയിട്ടുള്ളത്. നാം ഈ രീതിയിൽ ബൈബിൾ പഠിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വളർച്ചയുടെ മുരടിപ്പൊന്നോ അല്ലെങ്കിൽ വളർച്ച ഇല്ലാത്ത അവസ്ഥയെന്നോ ഒക്കെ പറയാവുന്ന ആ രീതിയെ എങ്ങനെയാണ് ബ്രദർ നോക്കിക്കാണുന്നത്? ബ്രദർ അതിനെ ഒരു വിശദീകരണത. ബ്രദറെ, അത് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. ഇപ്പം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ പ്ലേറ്റോയുടെ പുസ്തകം അവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരും. ഇതൊരു ആദ്യത്തെ പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് അർത്ഥശാസ്ത്രം ഒരുപക്ഷെ സാമ്പത്തിക ശാസ്ത്രത്തിൽ കൊണ്ടുവരും. പക്ഷെ ബൈബിൾ ഒന്നും ഒരിക്കലും ഒരു അടിസ്ഥാന പുസ്തകങ്ങളായിട്ട് ഈ ഒരു സെക്യുലർ യൂണിവേഴ്സിറ്റികളിലൊന്നും കൊണ്ടുവരുന്നില്ല. അതിന് കാരണം ബൈബിളിൽ ഇതിൻ്റെ ഒന്നും പഠിപ്പിക്കലില്ലെന്നുള്ളൊരു തെറ്റായ ധാരണയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പല വീഡിയോകളിലും, നമ്മൾ നേരത്തെ പല പ്രോഗ്രാമുകളിലും ഒക്കെ നമ്മൾ ചെയ്തത്, ഇന്ന് ആധുനിക ലോകത്ത് കാണുന്ന ആധുനിക ജ്ഞാനധാരകളുടെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്, വിശുദ്ധ ബൈബിൾ നൽകിയ ദർശനമാണ്. എന്നാൽ ഈ ഒരു 2 നൂറ്റാണ്ടായിട്ട്, ഒരു കഴിഞ്ഞ ഒരു 19-ാം നൂറ്റാണ്ട് മുതൽ എങ്കിലും ആ ഒരു ദർശനം ക്രൈസ്തവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ക്രൈസ്തവർ വായിക്കുന്ന രീതി മാറി എന്നുള്ളതാണ് വളരെ ചുരുക്കമായിട്ട് ഇതിൽ പറ്റാവുന്നതായ അപകടം. അതാണ് നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നതായ അപകടം. പാശ്ചാത്യ ലോകമൊക്കെ ഇന്ന് നിരീശ്വരവാദത്തിലേക്കും സെക്യുലാരിസത്തിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പാശ്ചാത്യ ലോകം ഈ ഒരു രീതിയിൽ ബൈബിൾ വായിക്കുന്ന ഒരു രീതി വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് തിരുത്തുന്നതോടുകൂടി ബൈബിള് ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും ഒരു മാറ്റം വരുത്തും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം ഇന്നു മുതൽ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഈ പാഠ്യ പദ്ധതി ആരംഭിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഉദാഹരണ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ അത് എങ്ങനെ പഠിക്കണമെന്നാണ്, അല്ലെങ്കിൽ എല്ലാവരും എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് എന്നുള്ള കാര്യം ചുരുക്കമായി പറഞ്ഞ് തുടങ്ങാം. ബ്രദറെ, വളരെ നന്ദി. ഇപ്പോൾ ഏതൊരു തത്വശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതൊരു കവിത നമ്മൾ ആസ്വദിക്കണമെങ്കിലും ആദ്യം നമ്മൾ ആ ഭാഷയിലെ വ്യാകരണവും അക്ഷരങ്ങളും ഒക്കെ പഠിക്കണം. എന്ന് പറഞ്ഞാൽ ആ ഭാഷ പഠിക്കണം. അതേപോലെ തന്നെ ബൈബിൾ എന്ന മഹാകാവ്യം അല്ലെങ്കിൽ ബൈബിൾ എന്ന ഈ മഹാതത്വചിന്ത പഠിക്കണമെങ്കിൽ ആദ്യത്തെ 5 പുസ്തകമാണ് നമുക്ക് ഒരു വ്യാകരണം എന്ന രീതിയിൽ നമുക്ക് പറയാവുന്നത്. ഈ ഒരു വ്യാകരണം ക്ലിയറായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ബൈബിൾ മുഴുവൻ ആസ്വദിച്ച് പഠിക്കാനായിട്ട് കഴിയുള്ളൂ. അതിൽ തന്നെ ഈ ഒരു ആദ്യത്തെ ഒരു 11 അധ്യായം എന്ന് പറയുന്നത് ഭയങ്കര ഡെൻസായിട്ടുള്ള ഒരു അധ്യായങ്ങളാണ്. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ ചില പ്രത്യേകതകൾ, ഇതിപ്പം ഈ എബ്രായ ഭാഷയിലെ യഹൂദ റബ്ബിമാരൊക്കെ വാക്കുകൾ എടുത്തുകൊണ്ട് ഓരോരോ വാക്കുകൾ എടുത്ത് ആ വാക്കുകൾ തന്നെ, ആ വാക്കുകളിലെ അക്ഷരങ്ങൾ പോലും അവിടെ ധ്യാനിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് അല്ലാതെ ഒന്ന് ഓടിച്ചു വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അകത്തെ ധാരാളം സത്യങ്ങൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് 1-ാം അധ്യായത്തിൽ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഏതൊരു സാഹിത്യത്തിനും അനിൽ സഹോദരനും സുബ്രഹ്മണ്യം ബ്രദറും ഒക്കെ സമ്മതിക്കുമായിരിക്കുമല്ലോ, ഒരു കാര്യം ഇങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ആ ഗ്രന്ഥകർത്താവ് നമ്മുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആവർത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ബൈബിൾ 1-ാം അധ്യായം മാത്രം എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ 1-ാം അധ്യായത്തിൽ ഒരു 4 പ്രധാന
4 പ്രധാന ഉപദേശങ്ങളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4 അല്ല, ധാരാളമുണ്ട്, കുറഞ്ഞത് 4എങ്കിലും ഉണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം എന്തുകൊണ്ട് ലോകത്തെ ഉണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് ദൈവം ഈ ലോകത്തെ എങ്ങനെ വാസയോഗ്യമാക്കി, പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയെ എങ്ങനെ വാസയോഗ്യമാക്കി, അവിടെ എങ്ങനെ ജീവജാലങ്ങളും മറ്റ് മൃഗങ്ങളും ഒക്കെ വന്നു, അതിൻ്റെ ഏറ്റവും സമാപ്തിയായിട്ട് മനുഷ്യനെ ദൈവം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഒന്നാമത്തെ വാക്യം ഇപ്പോൾ ഞാനത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നില്ല, കാരണം അത് അതിൽ തന്നെ ഒരു എപ്പിസോഡ് ആക്കേണ്ടതാണ്. മറ്റ് ആവർത്തനങ്ങൾ നമ്മൾ വരുന്നുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് വായിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ 3-ാമത്തെ വാക്യം, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പം ഈ ദൈവം ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ആവർത്തനം ഈ എല്ലാ ദിവസങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. അതായത് വാക്കുകൾ കൊണ്ട്, വചനം കൊണ്ട് ദൈവം ആവർത്തിച്ച് ദൈവം പറയുന്നു, ആ കൽപ്പിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതൊരു ആവർത്തനമാണ്. ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ, അപ്രകാരം ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഒരു ആവർത്തനം എന്ന് പറയുന്നത് ദൈവം ഇതിനെ നോക്കിയിട്ട് വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ ദൈവം നല്ലതെന്ന് കണ്ടു. ഇതും നമ്മൾ ആവർത്തിച്ച് വായിക്കുകയാണെങ്കിൽ, ഒരാൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ ആവർത്തിച്ച് എടുത്ത് വായിക്കുകയാണെങ്കിൽ ഇതും ഒരു ആവർത്തനമാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി എന്ന് പറയുന്നു, നല്ലതെന്ന് കണ്ടു എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ആവർത്തനമാണ്. ഈ മൂന്നാമത്തെ ഒരു ആവർത്തനമുണ്ട്. മൂന്നാമത്തെ ഒരു ആവർത്തനം എന്ന് പറയുന്നത് ഈ ഓരോരോ കാര്യങ്ങളെ അതാതിൻ്റെ തരത്തിൽ, അതാതിൻ്റെ കൈൻഡിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ഇപ്പം ജീവജാലങ്ങളെ അതാത് തരം പർവ്വജാതിയെയും അതാത് തരം ജീവജന്തുക്കളെയും അതാത് തരം എന്ന് പറയുന്ന മറ്റൊരു ക്രമമുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പല ക്രമങ്ങളുണ്ട്. അപ്പോൾ ആദ്യമേ പാഴും ശൂന്യമായിരുന്നു എന്ന് പറയുന്നത് പാഴിനെ ഒരു ഫോം നൽകുന്നതും ശൂന്യത്തെ ഫില്ല് ചെയ്യുന്നതുമായ രീതി. ആ പാഴിനെ ഫോം നൽകുന്നതാണ് ആദ്യത്തെ 3 ദിവസം. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ദൈവം ആദ്യത്തെ 3 ദിവസം എല്ലാത്തിനും പേരിടും. പിന്നീടുള്ള 3 ദിവസം സൂര്യചന്ദ്രൻ ഉൾപ്പെടെ, സൂര്യനും ചന്ദ്രനും ഒന്നും ആ ദിവസങ്ങളിലൊന്നും ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായമല്ല, അതിൻ്റെ ഒരു 10-ാം അധ്യായം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് സൂര്യൻ എന്നുള്ള വാക്കുകൾ പോലും നമ്മൾ കാണുന്നത്. കാരണം അതൊക്കെ മനുഷ്യന് പേരിടാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ചിലതിന് ദൈവം പേരിടുന്നു, ചിലതിന് ദൈവം പേരിടുന്നില്ല. അപ്പോൾ ഇത് ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പാറ്റേണിൻ്റെ അർത്ഥം എന്താണ്, ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ച എന്താണ്. ഇപ്പോൾ ഇതൊരു അറിവാണെങ്കിൽ ഈ അറിവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഉൾക്കാഴ്ച എന്താണ്. ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഈ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിലെ മറ്റ് ഏത് മതഗ്രന്ഥം, അന്ന് ഈജിപ്തിലുണ്ടായിരുന്നതായോ അല്ലെങ്കിൽ അന്ന് ബാബിലോണിലുണ്ടായിരുന്നതായോ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്നതായോ ഏത് മതഗ്രന്ഥം എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും ആ മതഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ വാസയോഗ്യമാക്കുന്ന ഒരു രീതിയും ഇതിൻ്റെ ജീവജാലങ്ങളെ കൊണ്ടുവരുന്ന ഒരു രീതിയും വചനം കൊണ്ടല്ല, ഒരിക്കലും അത് വചനം കൊണ്ടല്ല. അന്ന് ഇസ്രയേലിയർക്ക് ചുറ്റും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ പോലും അവിടെയെല്ലാം അവരുടെ ദേവന്മാർ മഹായുദ്ധങ്ങളൊക്കെ ചെയ്ത് ആരെയെല്ലാം ചിലരെയൊക്കെ വഞ്ചിച്ച് കൊന്ന് ആ കൊലപാതകത്തിലൂടെയും അക്രമത്തിലൂടെയും വഞ്ചനയിലൂടെയൊക്കെയാണ് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി മാറ്റുന്നത്. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നൊരു ജനതയോടാണ് പറയുന്നത്, അങ്ങനെയല്ല, ഇവിടെ യാതൊരു വിധവുമില്ല. ഒരു കലാകാരൻ ആ ബോർഡിൽ തൻ്റെ ചിത്രം വരയ്ക്കുന്നത് പോലെ ഭംഗിയായിട്ട് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി വന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വയലൻസ്, അക്രമം ഒരിക്കലും സൃഷ്ടിയുടെ അടിസ്ഥാനമല്ല എന്ന് ആദ്യമേ ലോകത്തിന് സന്ദേശമായി നൽകിയ പുസ്തകം വേദപുസ്തകമാണ്. ബാക്കി എല്ലായിടത്തും വയലൻസും അക്രമവും സൃഷ്ടിയുടെ അടിസ്ഥാനമാണ്. ഇതെങ്ങനെ വാസയോഗ്യമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലൻസിലൂടെയാണ് വാസയോഗ്യമാക്കിയത്. അതിൻ്റെ ഒരു പ്രായോഗിക തലമുണ്ട് ബ്രദറെ. പ്രായോഗിക തലം എന്ന് പറയുന്നത് വയലൻസ് ആണ്, അക്രമമാണ് ഈ ലോകത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ഈ ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതും അതുപോലെ തന്നെയാണ്. അക്രമത്തിലൂടെ കയ്യുക്കുള്ളവും കാര്യക്കാരനായിട്ട് തന്നെയാണ് ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവിടെ ഒരു ക്രമം കൊണ്ടുവരണമെങ്കിൽ കയ്യുക്കുള്ളവും കാര്യക്കാരനും വക്രത പ്രവർത്തിക്കേണ്ടടുത്ത് അല്ലെങ്കിൽ ചതിച്ച് വഞ്ചിച്ച് പ്രവർത്തിക്കേണ്ടടുത്ത് ചതിച്ച് വഞ്ചിച്ച് പ്രവർത്തിച്ചാണ് കൊണ്ടുപോകേണ്ടതായിട്ട് മറ്റേ ദർശനങ്ങൾ വരുന്നത്. അനിൽ സോറിന് ഒരുപക്ഷെ ഇതിനോട് അതെ, ഞാനൊന്നും പറയാതെ വിചാരിക്കുകയായിരുന്നു. ഇത് കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു ചിന്ത,
ആദ്യമായിട്ട് നിങ്ങളോടൊപ്പം ഇങ്ങനെ ഇരുന്നിരിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം സഹായിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ജെറി ബ്രദർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, ഈ ഹിന്ദു പുരാണങ്ങളില് ഭൂമി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കഥയുണ്ട്. അത് ഈ മഹാഭാരതത്തിലുണ്ട്. എന്നാൽ മഹാഭാരതത്തിലുള്ളതിനേക്കാളും, മഹാഭാരത ശാന്തി പർവ്വത്തിലുള്ളതിനേക്കാളും കുറേ കൂടി ഇതായിട്ടുള്ളത് ശ്രീമദ് ദേവി ഭാഗവതത്തിലാണ്. ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം, ഒന്നാമത്തെ ഇതിനകത്ത് തന്നെയാണ്. അപ്പൊ ഈ മധു കൈഡപന്മാരെന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മധു കൈഡപന്മാർ ഇവര് അതിനെക്കുറിച്ച് അത് വിശദമായിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 3-4 അധ്യായങ്ങളായിട്ടാണ്. അപ്പൊ അത്രയും വിശദമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. ഞാൻ പരമാവധി ചുരുക്കി ഞാൻ പറയാം. അത് നമ്മുടെ ഈ പുരാണിക് എൻസൈക്ലോപീഡിയയില് ചുരുക്കി പറയുന്നുണ്ട്. അപ്പൊ ആ പുരാണിക് എൻസൈക്ലോപീഡിയയിൽ ആ ചുരുക്കി പറഞ്ഞ അത് അതിൽ നിന്ന് ഞാൻ ഒത്തിരി കൂടി ചുരുക്കിയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അതിൽ പറയുന്നതനുസരിച്ചിട്ട് ഈ അനാദികാലത്ത് ഭൂഗോളമോ മറ്റു ഗ്രഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എവിടെ നോക്കിയാലും ജലപ്പരപ്പ് മാത്രം കാണപ്പെട്ടിരുന്നു. അത് ജലം എവിടെയാണോ ഉണ്ടായിരുന്നത് നമുക്ക് അതൊന്നും പറയുന്നില്ല. അതായത് ഭൂമിയില്ല, മറ്റു ഗ്രഹങ്ങളൊന്നുമില്ല. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എവിടെ നോക്കിയാലും വെള്ളം മാത്രം. അപ്പൊ ഈ മഹാവിഷ്ണു ആണെങ്കിൽ ജലത്തിന്റെ കീഴായിട്ട് ഇങ്ങനെ ശയിച്ചിരുന്നു. അദ്ദേഹം ഇതില് ഒരു സർപ്പവും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഒരു താമരത്തണ്ടും, ആ താമരത്തണ്ട് ഇങ്ങനെ വളർന്ന് വലുതായി വന്ന്, എന്നിട്ട് ഈ വെള്ളത്തിന്റെ വെളിയിൽ എത്തിക്കഴിഞ്ഞപ്പോ ആ താമര മുട്ട് വിരിഞ്ഞു. അപ്പൊ അത് താമരപ്പൂവായി. അപ്പൊ ആ പൂവിന്റെ അകത്ത് ബ്രഹ്മാവ് ഉണ്ടായിരുന്നു. ബ്രഹ്മാവിന്റെ ജനനം അങ്ങനെയാണ് ശ്രീമദ് ദേവി ഭാഗവത്തിൽ പറയുന്നത്. അപ്പൊ ബ്രഹ്മാവ് വളരെ ധ്യാനനിമഗ്നനായി വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് മഹാവിഷ്ണു താഴെ അപ്പോഴും അനന്തശയനമാണ്, കിടക്കുകയാണ്. അപ്പൊ അന്നേരം അദ്ദേഹത്തിന്റെ ഈ ചെവിയുടെ കായിൽ നിന്ന്, ഇയർ വാക്സ് ഉണ്ടല്ലോ, ആ ചെവിക്കായത്തിൽ നിന്ന് രണ്ട് ചെവിയിൽ നിന്നും ഇങ്ങനെ ഇത് വരും. അപ്പൊ അതിൽ നിന്ന് മധു എന്നും, ഒരു ചെവിക്കായം മധു എന്നും മറ്റേ ചെവിക്കായം കൈഡബൻ എന്നും പേരുള്ള രണ്ട് അസുരന്മാരായിട്ടാണ് തീരുന്നത് മഹാവിഷ്ണുവിന്റെ ഈ കർണമലം അല്ലെങ്കിൽ ചെവിക്കായത്തിൽ നിന്ന്. അപ്പൊ ഇവര് ഈ മധുകൈഡവന്മാര് വെള്ളത്തിൽ ജനിച്ചു, വെള്ളത്തിൽ തന്നെ വളർന്ന് അങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ അവരപ്പോ ആലോചിക്കാൻ തുടങ്ങി, വിശാലമായി ജലപ്പരപ്പ് എങ്ങനെ ഉണ്ടായി, ഇതിനകത്ത് കുറെ മത്സ്യങ്ങളും മറ്റ് ജീവികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് വന്നു, എങ്ങനെ ഉണ്ടായി, അവരതിനെ കുറിച്ച് എങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് തമ്മിൽ പറയാണ്, ഇതിന്റെ പുറകിൽ ഏതോ ഒരു ശക്തി ഉണ്ട്, ആ ശക്തിയാണ് ഇതിനെല്ലാം നിയന്ത്രിച്ച് നിർത്തുന്നത് എന്ന് ഈ പറയുന്ന സമയത്താണ് പെട്ടെന്ന് അവരൊരു അശരീരി കേൾക്കുകയാണ്, ഒരു വാഗ്ബീജ മന്ത്രം അവർ കേൾക്കുകയാണ്. അപ്പൊ ഈ മന്ത്രം കേട്ട് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു, ആ ശക്തിയാണ് നമുക്കിത് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഇവര് 1000 വർഷം തപസ് ചെയ്യാണ്. അങ്ങനെ 1000 വർഷം കഴിഞ്ഞപ്പോ ദേവി പ്രത്യക്ഷയായി. അവരുടെ പ്രത്യക്ഷമായിട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അപ്പൊ അവര് ഇത്രേ പറയുന്നുള്ളൂ, സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ മരണം സംഭവിക്കാവൂ, ഞങ്ങൾ എപ്പോ ആഗ്രഹിക്കുന്നുവോ അപ്പോഴേ മരണം സംഭവിക്കാൻ പാടുള്ളൂ, ഇതാണ് വരം വേണ്ടത്. അപ്പൊ ദേവി ആ വരം കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം പിന്നെ ഇവർക്ക് വരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ അവർ കൂടുതൽ അഹങ്കാരികളായി മതിച്ച് അവിടെ ആ ജലജന്തുക്കളുടെ ഇടയിലൊക്കെ അവർ ആകെ അങ്ങോട്ട് ഇങ്ങനെ കരബലം കൊണ്ട് അവര് മേളിച്ച് നടക്കുകയാണ്, ആകെ അഹങ്കരിച്ച് നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഇവര് മുകളിലേക്ക്, ഈ വെള്ളത്തിന്റെ മുകളിലേക്ക് വന്നു. അപ്പൊ മുകളിലാണല്ലോ ബ്രഹ്മാവ് താമരയിൽ ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് അദ്ദേഹം മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, വേദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അപ്പോഴാണ് ഇവര് വരുന്നത്. ഇവര് വന്നു കഴിഞ്ഞിട്ട് ഈ ബ്രഹ്മാവിനെ യുദ്ധത്തിനൊക്കെ വിളിക്കുന്നുണ്ട്, നീ യുദ്ധത്തിന് വാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് നോക്കുമ്പോ ഈ ഇവരുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ബ്രഹ്മാവിന് അറിയില്ല. അപ്പൊ അറിയാത്തത് കൊണ്ട് ഇവരോട് യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും, ഇവരെന്നെക്കാളും ശക്തരാണെങ്കിലോ എന്നൊക്കെ ആലോചിച്ച് ബ്രഹ്മാവ് മിണ്ടാതിരിക്കും. അപ്പൊ ഇവർ കുറെ വെല്ലുവിളിക്കും, പുള്ളി മിണ്ടുന്നില്ല. അന്നേരം പിന്നെ പുള്ളിയുടെ കയ്യിലുള്ള വേദങ്ങളൊക്കെ തട്ടിയെടുത്ത് അവര് അവിടുന്ന് സ്ഥലം വിടും. അപ്പൊ ബ്രഹ്മാവിന് ആകെ വിഷമാവും. ബ്രഹ്മാവ് പിന്നെ ഈ വിഷ്ണുവിനെ പ്രാർത്ഥിക്കും. വിഷ്ണുവിനെ, യോഗനിദ്രയിൽ ആണ്ട് കിടന്ന വിഷ്ണുവിനെ സ്തുതിക്കാനൊക്കെ തുടങ്ങും. എത്ര സ്തുതിച്ചിട്ടും വിഷ്ണു എഴുന്നേൽക്കുന്നില്ല. അപ്പൊ ബ്രഹ്മാവ് മനസ്സിലാവും, ഈ വിഷ്ണുവിനല്ല ശക്തി, വിഷ്ണുവിനെ ഉറക്കി കിടത്തിയിരിക്കുന്ന വേറെ ഏതോ ശക്തിയുണ്ട്, അതിനാണ് വിഷ്ണുവിനേക്കാളും ശക്തി. അതുകൊണ്ട് പിന്നെ ആ ശക്തിയെ നോക്കി പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഈ ശ്രീമദ് ദേവി ഭാഗവതം പറയുന്നതനുസരിച്ചിട്ട് മഹാമായ അല്ലെങ്കിൽ ദേവിയാണ് വിഷ്ണുവിനെയും ഉറക്കി കിടത്തിയ ശക്തി. അപ്പൊ ഈ ദേവിയോട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേവി പിന്നെ വിഷ്ണുവിനെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ വിഷ്ണു അവിടേക്ക് വരും. അപ്പൊ ബ്രഹ്മാവ് പറയും, ഇങ്ങനെയാണ് സംഭവം, എന്റെ വേദമൊക്കെ അവർ തട്ടിക്കൊണ്ടുപോയി, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ ശരി, വിഷ്ണു ഇവരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ ഇവർ രണ്ടുപേരുണ്ട്, മധു ഉണ്ട്, കൈഡബനുണ്ട്, വിഷ്ണു ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ മധു കുറെ നേരം യുദ്ധം ചെയ്യും. അപ്പൊ ആ നേരത്ത് കൈഡബൻ ദൂരത്ത് മാറിയിരുന്ന് ഈ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആള് വിശ്രമിച്ച് അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ മധു ക്ഷീണിക്കും. മധു ക്ഷീണിച്ചെന്ന് കാണുമ്പോഴേക്കും
ഈ കൈടവൻ യുദ്ധത്തിന് വരും, മധു മാറിയിരുന്ന് റെസ്റ്റ് എടുക്കും. ഇങ്ങനെ രണ്ടു കൂട്ടരും മാറി മാറി റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ ഒരു 5000 വർഷം അങ്ങോട്ട് നീണ്ടു. ഒരു വിശ്രമവും ഇല്ലാതെ 5000 വർഷം യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മഹാവിഷ്ണു ആകെ ക്ഷീണിച്ച അവശനായി. കാരണം ഒറ്റയ്ക്കാണല്ലോ അദ്ദേഹം നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അവർക്ക് റെസ്റ്റ് ഉണ്ട്, അവര് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മഹാവിഷ്ണുവിന് തോന്നി ഇത് ശരിയാവില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഇവർക്ക് എന്തോ ശക്തിയുണ്ട്, ഇവര് ഇത്രയായിട്ട് ക്ഷീണിച്ചിട്ടും ഇല്ല. അപ്പൊ മഹാവിഷ്ണു എന്താണ് ഇതെന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോണ്ട് മനസ്സിലാവും ഇവർക്ക് വരം കിട്ടിയിട്ടുണ്ട്. വരം കിട്ടിയിട്ടുണ്ട് മനസ്സിലായി കഴിയുമ്പോണ്ട് മഹാവിഷ്ണു അവരോട് പറയും, നിങ്ങളിങ്ങനെ റെസ്റ്റ് എടുത്ത് ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയൊന്നും ഇല്ല, പക്ഷെ ഞാൻ റെസ്റ്റ് ഇല്ലാതെയാണല്ലോ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ യുദ്ധത്തിന്റെ നിയമം അനുസരിച്ചിട്ട് എന്താണ്, ഒരാൾ ക്ഷീണിക്കുകയോ തളരുകയോ മറ്റൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് അവരായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് നിയമമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ക്ഷീണിച്ചിരിക്കുകയാണ്, എനിക്ക് അല്പം വിശ്രമിക്കാനുള്ള അവസരം തരണം, വിശ്രമിച്ചതിന് ശേഷം ഞാൻ വീണ്ടും വന്ന് യുദ്ധം ചെയ്യാന്ന് പറയും. അപ്പൊ അവര് ശരി, മധുവും കൈടവനും സമ്മതിക്കും, താങ്കൾ വിശ്രമിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് യുദ്ധം ചെയ്യാന്ന് പറയും. അങ്ങനെ ആ വിശ്രമിക്കുന്ന സമയത്ത് വിഷ്ണു ദേവിനോട് പ്രാർത്ഥിക്കുകയാണ്. ദേവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ദേവിനെ പൂജിച്ച് അപ്പൊ ദേവി പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, എന്റെ വരബലത്തോടു കൂടിയ ഈ മധുകൈടപന്മാരെ അങ്ങേക്ക് ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല, കാരണം അവർക്ക് ഞാനിങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ട്, എപ്പോഴാണോ അവർ ആഗ്രഹിക്കുന്നത് അപ്പോഴേ അവർ മരിക്കുള്ളൂ എന്ന് വരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ വഞ്ചിച്ച് മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് താങ്കൾ വഞ്ചന കൊണ്ട് അവരെ വധിച്ചുകൊള്ളാൻ പറയും. അപ്പൊ ഇത് എന്നിട്ട് ദേവി വേറൊരു കാര്യം കൂടി പറയും, ഞാനും അതിന് സഹായിക്കാം, കൂടെ സഹായിക്കാം എന്ന് പറയും. എന്നിട്ട് മഹാവിഷ്ണു വീണ്ടും യുദ്ധത്തിന് വേണ്ടി വരികയാണ്. അപ്പൊ ആ സമയത്ത് ഈ ദേവി സുന്ദരിയായ ഒരു യുവതിയുടെ വേഷം ധരിച്ച് അവിടെ ഈ ഫൈറ്റ് കാണാൻ വേണ്ടി വന്നു നിൽക്കുകയാണ്. അപ്പൊ ഈ ദേവിനെ കണ്ടു കഴിഞ്ഞപ്പോ ഇവർക്ക് മനസ്സിലായില്ല, പണ്ട് തങ്ങൾക്ക് വരം തന്ന ദേവിയാണെന്ന് മനസ്സിലായില്ല, ഒരു സുന്ദരിയായ സ്ത്രീ അവിടെ നിൽക്കുന്നതായിട്ട് ഇവർക്ക് കാണുന്നുള്ളൂ. അപ്പൊ അവരതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തിയോടെ ഹീറോയിസം കാണിച്ചുകൊണ്ട് പൊരുതുകയാണ്. അങ്ങനെ പൊരുതിയിട്ട് വിഷ്ണു വീണ്ടും ക്ഷീണിച്ച അവശതയായി. അപ്പൊ വിഷ്ണു വളരെ ദയനീയമായിട്ട് ദേവിയെ നോക്കും. അപ്പൊ ദേവി പറയും, സമയമായി, കാര്യങ്ങൾ ചെയ്തോന്ന് പറയും. അപ്പൊ മഹാവിഷ്ണു എന്ത് ചെയ്യുന്ന ഇവരോട് പറയും, നിങ്ങൾ വളരെ ശക്തിശാലികളാണ്, മഹാബലവാന്മാരാണ്, നിങ്ങളെ പോലുള്ള ഒരു പോരാളിയെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പുകഴ്ത്തിയിട്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള വരം എന്നോട് ചോദിച്ചോ, യാചിച്ചോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇഷ്ടമുള്ള വരം യാചിച്ചോ, ഞാൻ ആ വരം നിങ്ങൾക്ക് തരാമെന്ന് പറയും. അപ്പൊ ആ സമയത്ത് അവിടെ ദേവി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് തങ്ങളോട് യാചിക്കാൻ പറഞ്ഞത് അവർക്ക് നാണക്കേടായിട്ട് തോന്നി, മധുകൈടവന്മാർക്ക്. അവരുള്ള ശക്തിയിൽ അവിടെ മികച്ചു നിൽക്കുന്ന ഇപ്പോ വിഷ്ണു ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ്. അപ്പൊ അവര് നോക്കിയിട്ട് ഈ പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ വേണ്ടിട്ട് അവർ പറയും, നീ ഞങ്ങളുടെ മുമ്പിൽ ക്ഷീണിച്ച് തളർന്നതേ ചാവാനായിട്ട് നിൽക്കണം, ഞങ്ങൾ ഇപ്പൊ നിന്നെ കൊല്ലും, ആ അവസ്ഥയിലാണ് നീ ഉള്ളത്. അന്നേരം നിന്റെ നിന്ന് ഞങ്ങൾ വരം വാങ്ങിക്കാനോ? അത് ആവശ്യമൊന്നുമില്ല, നിനക്ക് എന്ത് വരം വേണമെന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ നിനക്ക് വരം തരാമെന്ന് പറയും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു ഇത്ര നാടകം കളിച്ചത്. ഉടനെ മഹാവിഷ്ണു പറയും, ശരി, ഞാനിതാ നിങ്ങളോട് വരം ചോദിക്കുന്നു, നിങ്ങളെ കൊല്ലാനുള്ള വരം എനിക്ക് തരണം, നിങ്ങൾ എനിക്കിന്ന് വധ്യരായി തീരണം, നിങ്ങളെ എനിക്ക് വധിക്കാൻ പറ്റണം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ മധുകൈടവന്മാർക്ക് മനസ്സിലായി, ഇയാള് പണി പറ്റിച്ചു, വഞ്ചിച്ചു, ചതിച്ചു, പറ്റിച്ചെന്നുള്ള മനസ്സിലായി. അപ്പൊ അവര് പറയും, ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ വരം തരാം, പക്ഷെ അതിനു മുമ്പ് താങ്കൾ ഞങ്ങൾക്കൊരു വരം തരാമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ വരം ഞങ്ങൾ ഇപ്പൊ ചോദിക്കുകയാണ്, അത് ഇത്രയേ ഉള്ളൂ, വെള്ളത്തിൽ വെച്ച് ഞങ്ങളെ കൊല്ലരുത്. അപ്പൊ അവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, കര എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല, ഗോളങ്ങളോ ഒന്നുമില്ല, എല്ലായിടത്തും ജലപ്പരപ്പ് മാത്രമുള്ള അവസ്ഥയാണ്. അപ്പൊ പറയും, വെള്ളത്തിൽ വെച്ച് ഞങ്ങളെ വധിക്കരുത്, വെള്ളത്തിലല്ലാതെ വേറെ എവിടെ വെച്ച് വേണമെങ്കിലും ഞങ്ങളെ കൊന്നു എന്ന് പറയും. അപ്പൊ അവര് വിചാരിച്ചത് വെള്ളമില്ലല്ലോ, അപ്പൊ ഞങ്ങളെ കൊല്ലാൻ പറ്റില്ല എന്നുള്ളതാണ്. ഉടനെ മഹാവിഷ്ണു എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ശരീരം അങ്ങോട്ട് വലുതാക്കും. വളരെ വലുതാക്കി കഴിയുമ്പോൾ അദ്ദേഹം ആ വെള്ളത്തിനേക്കാൾ മുകളിലേക്ക് വളർന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ തുട പൊക്കി കഴിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പൊ ആ തുട തന്നെ വിസ്തൃതമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ചെറിയൊരു ബോഡിയായിട്ട് കരുതണ്ട, ഏക്കർ കണക്കിന് അല്ലെങ്കിൽ കിലോമീറ്റർ കണക്കിന് വിസ്താരമുള്ളതായിട്ട് നമ്മൾ ഭാവന ചെയ്യണം. അപ്പൊ അവരോട് പറയും, ശരി, ഇതാ ഈ തുടയമേ കയറി നിൽക്ക്, വെള്ളത്തിലല്ലല്ലോ, ഇവിടെ ചെയ്യാൻ നിങ്ങളെ കൊല്ലാം എന്ന് പറയും. അപ്പൊ ഉടനെ തന്നെ മധുകൈടവന്മാർ എന്ത് ചെയ്യും, അവരുടെ ശരീരവും വലുതാക്കും, 1000 യോജനയ്ക്ക് മേലെ അവരുടെ ശരീരം വലുതാക്കും. ഉടനെ മഹാവിഷ്ണു അതിനേക്കാളും വലുതാക്കും. അപ്പൊ ഇവർക്ക് മനസ്സിലായി അത്ര വലുതാക്കിയിട്ട് കാര്യമില്ല, ഇയാൾ അതിനേക്കാളും വലുതാക്കും. അപ്പൊ അവര് ശരിയെന്ന് പറഞ്ഞിട്ട് മരിക്കാനായിട്ട് റെഡിയാവും. അവര് അവിടെ മഹാവിഷ്ണുവിന്റെ തുടയിൽ വന്ന് കഴുത്ത് വെച്ച് അവിടെ കിടക്കും. മഹാവിഷ്ണു ഉടനെ സുദർശന ചക്രം കൊണ്ട് അവരുടെ ശിരസ് അറുത്ത് കളയും. അപ്പൊ ഈ ശിരസ് അറുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ രക്തം, അവരുടെ ശരീരത്തിലെ മേധസ്, കൊഴുപ്പ്, അതൊക്കെ ആ വെള്ളത്തിൽ കലർന്നു. അത് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ, ആ മേധസ്സിൽ നിന്നുണ്ടായി വന്നതാണ് മധുകൈടവന്മാരുടെ
മേധസ് സമുദ്രത്തിൽ കലർന്നിട്ട് ആ മേധസ്സിൽ നിന്നുണ്ടായി വന്നതാണ് ഭൂമി എന്നാണ് പറയുന്നത്. ഇവരുടെ മേധസ്സിൽ നിന്നുണ്ടായി വന്നതുകൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്നൊരു പേരുള്ളത്. ഭൂമിയുടെ പര്യായമാണ്, നമുക്കറിയാമല്ലോ മേദിനി. ആ മേദിനി എന്ന് പേര് വരാൻ കാരണം ഇവരുടെ മേധസ്സിൽ നിന്നുണ്ടായതാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇത് അസുരന്മാരുടെ മേധസ് ആയതുകൊണ്ട് തിന്നാൻ പറ്റില്ല. അത് എന്താണ്, ഹറാമായ ഭക്ഷണമാണ്, ഹലാലല്ല. അസുരന്മാരുടെ മേധസ് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഭൂമി ഭക്ഷണത്തിന് അയോഗ്യമായി തീർന്നത്. വല്ല മൃഗങ്ങളുടെ മേധസ്സാണെങ്കിൽ അത് കഴിക്കാം, മനുഷ്യന് കഴിക്കാം. അപ്പൊ മൃഗങ്ങളുടെ മേധസ്സിൽ നിന്നാണ് ഭൂമി ഉണ്ടായതെങ്കിൽ നമുക്കൊക്കെ മണ്ണ് തിന്നാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് നിർഭാഗ്യവശാൽ ഇത് അസുരന്മാരുടെ മേധസ്സിൽ നിന്നായതുകൊണ്ട് അത് ഹറാമാണല്ലോ, അതുകൊണ്ട് മണ്ണ് തിന്നാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയെ തിന്നാൻ പറ്റാത്തതെന്നൊക്കെയാണ് ദേവി ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടും, ഈ മഹാഭാരതത്തിലും കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവരുടെ ഈ ഭൂമിയുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള ആ സങ്കല്പത്തിനകത്ത് വയലൻസ് ഉണ്ട്, ചതിയുണ്ട്, വഞ്ചനയുണ്ട്, വയലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് രക്തത്തിൽ നിന്ന്, കൊഴുപ്പിൽ നിന്നും, മേധസ്സിൽ നിന്നും ഉണ്ടായി വന്നതാണ് ഭൂമി എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റു പല കൾച്ചറുകളിലും അവരുടെ പുരാണങ്ങളിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അതിന്റെ പുറകിലൊരു വയലൻസ് ആണ്, അതിൽ നിന്നാണ് ഉണ്ടായി വന്നിരിക്കുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. ബൈബിൾ നമുക്ക് അറിയാവുന്നതുപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. ഒരു വയലൻസും ഇല്ലാതെയാണ് സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കി ചെറിയ ബ്രദർ പറഞ്ഞു, ഞാൻ ഓർമ്മ വന്നപ്പോൾ അത് ഇടയിൽ കയറിയെന്നേ ഉള്ളൂ. വളരെ വളരെ നന്ദി ബ്രദറെ, ആ ഇടപെടലിന്, അത് ആഡ് ചെയ്തതിന് വളരെ നന്ദി. അതോടൊപ്പം തന്നെ നമ്മുടെ അനിൽ സഹോദരൻ പറഞ്ഞ പോലെ ഇപ്പം ഭൂമി ഉണ്ടായത് അങ്ങനെയാണെന്നുള്ളതുപോലെ തന്നെ ഭൂമി വാസയോഗ്യമാക്കിയതും, അതായത് മനുവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മനുവിനോട് ഭൂമി വന്ന് താമസിക്കാൻ പറയുന്ന ഭഗവത് പുരാണം എന്ന് പറയുമ്പോൾ ശ്രീമദ് ദേവി ഭഗവതമാണ് അനിൽ സഹോദരൻ പറഞ്ഞത്. ഇത് ഭഗവത് പുരാണത്തിൽ കണ്ടോ 3-ലൊക്കെ അത് പറയുന്നുണ്ട്. അധ്യായം 13-ലൊക്കെ, അധ്യായം 13 തോന്നുന്നു, അധ്യായം 13-ലൊക്കെ വരാഹാവതാരത്തെ പറ്റി പറയുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഭൂമി താന്നു പോയി കഴിഞ്ഞുണ്ടെ ഈ വെള്ളത്തിൽ നിന്ന് ഭൂമിയെ പൊക്കുന്നതിന് വേണ്ടി അവിടെയും വന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ആണ് ഇത് വെള്ളത്തിൽ നിന്ന് ഭൂമിയെ എടുക്കുന്നത്. എന്നാൽ ബൈബിളിൽ വരുന്നുണ്ട്, നമ്മൾ വെള്ളത്തോട് മാറാൻ ദൈവം പറയുന്നുണ്ട്, ഏതാ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുകയല്ല. അങ്ങനെയുള്ള ശാസ്ത്രീയ അബദ്ധങ്ങളില്ല, ശാസ്ത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. മറ്റല്ല, നമ്മുടെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ദൈവം വെറും എന്നല്ല, ദൈവം തൻ്റെ വാക്കിലൂടെ, വചനത്തിലൂടെയാണ് അതിനോട് മാറാൻ പറഞ്ഞ് വാസയോഗ്യമാക്കുന്നത്. അതുപോലെ തന്നെ ജീവജാലങ്ങളെ ഉണ്ടാക്കുന്നത്. അനിൽ സഹോദരൻ പറഞ്ഞതിനോടൊപ്പം തന്നെ നമുക്കറിയാം, സമുദ്രത്തിലെ ജീവജാലങ്ങളെയും അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജീവജാലങ്ങളെയും പറവകളെയും ഒക്കെ ദൈവം ഉണ്ടാക്കുന്ന അതാത് തരം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചിട്ടാണ്. എന്നാൽ ഋഗ്വേദത്തിലേക്കൊക്കെ വരുന്നുണ്ട്. ഋഗ്വേദം ഇപ്പം നമ്മൾ ഋഗ്വേദത്തിൻ്റെ ഈ സൃഷ്ടി വിവരണമൊക്കെ നോക്കുന്നുണ്ട്. അവിടെയൊന്നും ഈ ഒരു അർത്ഥത്തിലല്ല ഒരിക്കലും വരുന്നത്. ഇപ്പം ഋഗ്വേദത്തിൻ്റെ 10-ാം മണ്ഡലം 61-ാം ഇതിൽ അതിൻ്റെ 5-ാം വാക്യം എന്ന് പറയുകയാണെങ്കിൽ രുദ്രൻ എന്നാണ് പറയുന്നത്, ബ്രഹ്മാവും എന്നല്ല. അതുകൊണ്ട് സയനാചാര്യ ഇതിനെ വ്യാഖ്യാനം നൽകുമ്പോൾ പറയുന്നുണ്ട്, ഇത് തെറ്റിയതാണ്, ഇവിടെ യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് എന്നാണ് വരേണ്ടത്, രുദ്രൻ എന്നല്ല. ഇവിടെ ഈ രുദ്രൻ ഓരോ കാര്യങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുടനെ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് മനസ്സിലാക്കുന്നത് അതൊരു ശാരീരിക ബന്ധത്തിലൂടെ, അതായത് ആദ്യമേ ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചു, അത് അദ്ദേഹത്തിൻ്റെ മകളെന്ന് പറയും. നമുക്ക് ബ്രഹ്മാവിൻ്റെ മകളായിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, പക്ഷെ വേദങ്ങളിൽ ആദ്യം അത് രുദ്രൻ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ മകളുമായിട്ട് ശാരീരിക ബന്ധത്തിലൂടെയാണ് ഓരോരോ കാര്യങ്ങൾ വരുന്നത്. ഇത് ബൃഹൻകാരിക ഉപനിഷത്തിലും നമുക്ക് ഇതേ സംഭവം തന്നെ ബൃഹൻകാരിക ഉപനിഷത്ത് 4-ന്റെ 1 മുതൽ 6 വരെയുള്ള സ്വാമി മാധവാനന്ദ തർജ്ജമ ചെയ്തതിനകത്ത് ഇത് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഒരു സെക്ഷൽ റിലേഷനിലൂടെയാണ് ജീവജാലങ്ങളെല്ലാം വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മകള് പശു ആണെങ്കിൽ ഉടനെ തന്നെ ബ്രഹ്മാവ് പുരാണങ്ങളിൽ, അല്ലെങ്കിൽ രുദ്രൻ ഋഗ്വേദത്തിൽ ഉടനെ കാളയായിട്ട് മാറി, അങ്ങനെ ഉള്ളൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെയാണ് പിന്നീട് ആ ജീവജാലങ്ങൾ മുഖം വരുന്നത്. അപ്പോൾ ഇതിനെ സൃഷ്ടിച്ചത്, വാസയോഗ്യമാക്കിയത്, ജീവജാലങ്ങളെ കൊണ്ടുവരുന്നത് എല്ലാം ഇങ്ങനെയുള്ള സ്വഭാവത്തിലൂടെയാണ്. ഇത് ഹിന്ദുമതത്തിൻ്റെ മാത്രമല്ല, ഹിന്ദുമതത്തിനെ മാത്രമായിട്ട് നമ്മൾ പറയുന്നതല്ല. അനിൽ സഹോദരൻ ഓർപ്പിച്ചതുപോലെ ഏത് മതങ്ങളുടെ അന്നത്തെ നിലവിലുണ്ടായിരുന്ന പുരാതന മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് സൃഷ്ടി വിവരണങ്ങൾ വരുന്നത്. ഇവിടെയാണ് ബൈബിള് വചനത്തിൻ്റെ പ്രത്യേകത, ആ വചനത്തിൻ്റെ ശക്തി നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ നമുക്കൊരു സന്ദേശം കൂടെ. ഇപ്പം നമ്മൾ വയലൻസ് നമ്മൾ അടിസ്ഥാനമല്ലെന്ന് പറഞ്ഞു. വയലൻസ് ഒരിക്കലും നമ്മുടെ ഇതിൻ്റെ അടിസ്ഥാനമല്ല. വയലൻസ് അടിസ്ഥാനമല്ലാത്തതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ സമാധാനം, ശാലോം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു
അക്രമമില്ലാത്തൊരവസ്ഥയല്ല പറയുന്നത്. ഇപ്പം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്രമം നമ്മുടെ ഈ സൃഷ്ടിയുടെ ഭാഗമേ അല്ല, അക്രമം പിന്നീട് വന്നാണ്. അപ്പം പിന്നെ ശാലോം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സമാധാനം എന്ന് പറയുമ്പോൾ, ശാലോം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്ലറിഷിംഗ് ആണ്. അതായത് നമ്മൾ ശാലോം എന്ന് പരസ്പരം പറയുന്നുണ്ട്, എല്ലാ രീതിയിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വർദ്ധിക്കപ്പെട്ട് ദൈവം ജീവജാലങ്ങളെ അനുഗ്രഹിച്ച മാതിരി നിങ്ങൾ എല്ലാ രീതിയിലും ഉയർന്നു വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ശാലോമിൻ്റെ അർത്ഥം. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പോൾ അസ്സലാം അലൈക്കും എന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും അക്രമം ഇല്ലാത്തൊരവസ്ഥയെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അനിൽ സൗരൻ പറഞ്ഞതുപോലെ, അനിൽ സൗര ഈ ഖുറാനിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഖുറാനിൽ ഇപ്പം മുഹമ്മദ് ധാരാളം ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ച്, അദ്ദേഹം കോപ്പി അടിച്ചപ്പം നല്ല രീതിയിൽ കോപ്പി അടിച്ചായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അദ്ദേഹം കോപ്പി അടിച്ചുകൊണ്ടേ അദ്ദേഹത്തിൻ്റെ ആ പഴയ മതത്തിൻ്റെ ചിന്തകളോടൊക്കെ വെച്ചാണ് കോപ്പി അടിച്ചത്. ഇപ്പം ഖുറാനിൽ ഉദാഹരണമായിട്ട് ഇതേ കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി വന്നു എന്ന് വേണമെങ്കിൽ ഒരു മുസ്ലിമിന് വാദിക്കാം. പക്ഷെ അവിടെ പോലും മുഹമ്മദിന് പറ്റിയൊരു ഇതുണ്ട്, അബദ്ധമുണ്ട്. മുഹമ്മദിന് പറ്റിയ അബദ്ധം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഹമ്മദ് ഇത് കേട്ട് കഴിഞ്ഞാൽ മുഹമ്മദിന് തോന്നിക്കാണും ഇതിനകത്തൊരു ഒരു ത്രില്ലില്ല, ഏത് ഒരു വില്ലൻ സ്വഭാവമില്ല ഇതിനകത്ത്, ഒരു ഭീഷണിയുടെ ഒരു സ്വഭാവം, സ്വരം വേണമല്ലോ, അതൊന്നും ഇല്ല ഇതിനകത്ത്. ഏത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി വന്നു, അതിനകത്ത് എങ്ങനെ? അപ്പം മുഹമ്മദ് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഖുറാൻ്റെ 41-ാം അധ്യായത്തിലാണ്. അൻസൗര മലയാളത്തിൽ ലഭ്യമാണെങ്കിൽ ഒന്ന് വായിക്കായിരുന്നെങ്കിൽ നന്നായിരുന്നു. 41-ന്റെ 9 മുതൽ 12 വരെ ഉള്ളതിലാണ്. അതിൻ്റെ ഒരു ഇടയ്ക്കത്തെ വാക്യത്തിലാണ് ആകാശത്തോടും ഭൂമിയോടും വരാൻ വരുന്ന അള്ളാഹുവിൻ്റെ ഒരു സ്വരം കാണുന്നത്. ഓക്കെ, ഞാൻ 10-11 വായിക്കാം. അതിൽ, അതായത് ഭൂമിയിൽ അതിന്റെ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു. 4 ദിവസങ്ങളിലായിട്ടാണ് അവൻ അത് ചെയ്തത്, ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ശരിയായ അനുപാതത്തിൽ. അതിനു പുറമെ അവൻ ആകാശത്തിന്റെ നേർക്ക് തിരിഞ്ഞു, അത് ഒരു പുകയായിരുന്നു. എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു, നിങ്ങൾ അനുസരണപൂർവമോ നിർബന്ധിതമായോ വരിക. അവ രണ്ടും പറഞ്ഞു, ഞങ്ങൾ ഇതാ അനുസരണമുള്ളവരായി വന്നിരിക്കുന്നു. കണ്ടോ, ഇവിടെ ഒരു എന്താണ് പറഞ്ഞ, ഒരു ദാദാഗിരി ഉണ്ട് ഇതിനകത്ത്, ഒരു വില്ലൻ സ്വഭാവമാണ്. എടാ, ആകാശത്തോടും ഭൂമിയോടും പറയുന്ന വേണമെങ്കിൽ മര്യാദയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നീ ഇവിടെ വന്നേലേ ഒക്കുള്ളൂ എന്നുള്ള ഒരു സ്വരമാണ്. കാരണം അതില്ലെങ്കിൽ മുഹമ്മദിന്റെ അനുയായികളോട് പറയുമ്പോൾ ഒരു ത്രില്ലില്ല. അപ്പൊ ഈ ഒരു വയലൻസ് അടിസ്ഥാന സ്വഭാവമായതുകൊണ്ടാണ് ഈ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചപ്പോൾ പോലും ഇതിന്റെ സ്വരവും ഭാവവും മുഹമ്മദ് മാറ്റിയത്. എന്നാൽ ബൈബിളിൽ ഒരിക്കലും അക്രമം ദൈവം അടിസ്ഥാനമായിട്ട് കാണുന്നില്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അത് എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരായിട്ടാണ് നമ്മൾ ബൈബിള് ഗിരിപ്രഭാഷണത്തിൽ വായിക്കുന്നത്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ ജലപ്രളയ സമയത്ത് ദൈവം ഈ ലോകത്തെ മുഴുവൻ ജലപ്രളയത്തിലൂടെ നശിപ്പിച്ചത്, അത് ശിക്ഷാവിധി വിധിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് അന്നത്തെ അക്രമമാണ്, വയലൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ബഹുദൈവങ്ങളെ ആരാധിച്ചെന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, വയലൻസ് ആണ്. അവിടെ ഒരു ദൈവത്തിന് പറയാമെന്ന ഏറ്റവും കഠിനമായ ഭാഷയിലാണ് ദൈവം ഈ വയലൻസിനെ, അക്രമത്തെ പറഞ്ഞിരിക്കുന്നത്. അതായത് മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ദൈവം അനുദപിച്ചു എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ ശക്തമായ ഒരു ഭാഷ ദൈവത്തിന് ഈ വയലൻസിനെതിരെ ഉപയോഗിക്കാനായിട്ട് ഒക്കത്തില്ല. അപ്പോൾ വയലൻസ് നമ്മുടെ അടിസ്ഥാന സ്വഭാവമല്ലെന്നുള്ളത് ഇപ്പോൾ ഈ സൃഷ്ടി വിവരണത്തിലും പിന്നീട് തുടർമാനമായിട്ട് ബൈബിളിൻ്റെ കാര്യത്തിലും അത് നമ്മൾ തുടർച്ചയായിട്ട് പിന്നീട് ബാക്കിയുള്ള ഭാഗത്തിലേക്ക് വരുമ്പോൾ കാണാവുന്നതാണ്. അത് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിച്ചതുപോലെ രണ്ടാമത്തെ ഒരു ആവർത്തനം എന്ന് പറയുന്നത് ദൈവം ഇതിനെല്ലാം നല്ലതെന്ന് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൊരു 2 സന്ദേശം നമുക്കുണ്ട്. 2 സന്ദേശം എന്ന് പറഞ്ഞാൽ, ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല, അത് തിമോത്തിയോസിൻ്റെ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വിവാഹത്തെ പറ്റിയാണെങ്കിലും, കാരണം വിവാഹവും ഈ സൃഷ്ടിയുടെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വിവാഹത്തെ പറ്റിയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയാണെങ്കിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഒരു തെങ്ങ് നിൽക്കുന്നതാണ്, അതൊരു വെറും ഒരു തെങ്ങ് മരം വൃക്ഷം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതൊരു വൃക്ഷമാണ്. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഇത് മിസ്സിംഗ് ആണ്. ഈ ഒരു കാര്യമേ അവർക്കില്ല. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നല്ലതെന്ന് അള്ളാഹു കണ്ടതായിട്ട് മുഹമ്മദ് പറയുന്നില്ല. കാരണം മുഹമ്മദിന് എങ്ങനെയെങ്കിലും ഈ ലോകം വിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവനയുള്ള പർദീസയിലങ്ങ് പോകണമെന്നുള്ള തിരക്കില്ലായിരുന്നു. അപ്പോൾ ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് ഇത് നന്നാക്കാനൊന്നും ശ്രമിക്കേണ്ട കാര്യം പുള്ളിക്കില്ല. ഇതെങ്ങനെയും നശിപ്പിക്കാൻ ബോംബിട്ടോ അല്ലെങ്കിൽ ആക്രമിച്ചോ ഒക്കെ നശിപ്പിക്കുന്നെങ്കിൽ നശിപ്പിച്ചോട്ടെ എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ചിന്ത. പക്ഷേ ബൈബിളിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇതിനെല്ലാം നല്ലതെന്ന് കണ്ടു. അപ്പം നമുക്കൊരു തെങ്ങിനെ വെറും ഒരു വൃക്ഷമായിട്ട് കാണാനായിട്ട് കഴിയില്ല. അതൊരു വെറും ഒരു വൃക്ഷമാണ്. എന്നാൽ അതിനെ ദൈവം നല്ലതെന്ന് കണ്ടുകൊണ്ട്
അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു ചുമതലയും നമുക്കുണ്ട്, ഒരു സ്റ്റിവാർഡ്ഷിപ്പ് ഉണ്ട്. അതാണ് ആദാമിനും ഹവ്വയ്ക്കും ദൈവം പിന്നീട് കൊടുക്കുന്നത്. ഇതിനെല്ലാം നോക്കി പരിപാലിക്കേണ്ടതായ, അതിനെയാണ് ഭരണമെന്ന് പറയുന്നത്. ഇതിനെല്ലാം നോക്കി പരിപാലിക്കേണ്ടതായ ഒരു കർത്തവ്യം കൂടെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതും ഒരു പ്രത്യേകതയാണ്. കാരണം ഈ ലോകത്തെ നോക്കി ഇത് നല്ലതെന്ന് പറയണമെങ്കിൽ ഈ ലോകത്തെ നോക്കിയിട്ട് ഇപ്പം ഇരിക്കുന്ന അവസ്ഥയിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് പറഞ്ഞത് അത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് എന്നുള്ളത് അതിൻ്റെ ഒരു വശമാണ്. അത് നല്ലതെന്ന് പറഞ്ഞതിൻ്റെ ഒരു വശമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വശം കൂടെ ഉണ്ട്. ഇതിനെ നോക്കിക്കണ്ട് നല്ലതെന്ന് പറഞ്ഞത് ദൈവമാണ്. എന്ന് പറഞ്ഞാൽ വാല്യൂ നിശ്ചയിക്കുന്നത് ദൈവമാണ്. നമ്മൾ മൂന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് അത് ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. ഹവ്വ നോക്കി അതിനെ നല്ലതെന്ന് കണ്ടെന്ന് പറയുന്നുണ്ട്. ഹവ്വയുടെ ഈ നന്മതിന്മകളുടെ വൃക്ഷത്തെ പറ്റി പറയുന്നുണ്ട്. ഹവ്വ അതിനെ നോക്കി നല്ലതെന്ന് കണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹവ്വ അവിടെ വാല്യൂ നിശ്ചയിക്കാൻ വേണ്ടി പോവാണ്. ഹവ്വ അതിന് മൂല്യം നിശ്ചയിക്കാൻ വേണ്ടി പോവാണ്. അവിടെയാണ് വലിയ, അതായത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് സ്വയമായിട്ട് മൂല്യങ്ങൾ നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടെന്ന് ചിന്തിക്കുന്ന ആ സമയത്ത് തെറ്റാണ്. അതാ, ദൈവത്തിൽ നിന്ന് അകന്ന് നമുക്കൊരു മൂല്യമില്ല. അത് 1-ന്റെയും 3-ന്റെയും അധ്യായത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ ഹിന്ദുയിസത്തിലാണെങ്കിൽ പോലും ഈ ഭൂമി നന്നാക്കിയെടുക്കണമെന്നുള്ളൊരു കാര്യം അവർക്കില്ല. കാരണം ഈ ഭൂമിയിൽ അവർ വന്നു, ഈ ഭൂമിയിൽ കർമ്മം തീർത്ത് ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കെന്നാൽ അങ്ങനെയല്ല. വെളിപ്പാട് പുസ്തകം 21-22 അധ്യായം വരുമ്പോഴത്തേന് ഈ ഭൂമിയെ ദൈവം, പുതിയ ആകാശം പുതിയ ഭൂമി, ആകാശവും ഭൂമിയും ദൈവം ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നാണ് പറയുന്നത്. സകലത്തെയും പുതിയതായിട്ട് സൃഷ്ടിക്കുന്നു എന്നല്ല, ഇതാ ഞാൻ പുതിയതായിട്ടെല്ലാം സൃഷ്ടിക്കുന്നു അല്ല, സകലത്തെയും പുതിയതാക്കി, പുതിയ സൃഷ്ടിയാക്കി, അതായത് നവീകരിച്ച് ഇതിനെ മനോഹരമായിട്ട് വീണ്ടും എടുക്കുക എന്നുള്ളൊരു കർത്തവ്യം. അത് നമ്മുടെ ആത്മാവിനെ പറ്റിയും ശരീരത്തെ പറ്റിയും ഭൂമിയെ പറ്റിയും എല്ലാം ദൈവത്തിനുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇതിനെല്ലാം നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് ഈ ആധുനിക സമൂഹത്തിന് പുരോഗമനമെന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ നൽകിയത്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഓർക്കണം, നമ്മളെ സംബന്ധിച്ചോളം ബാക്കിയുള്ളവർ ലോകത്തെ കാണുന്ന മാതിരി നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. ഇതിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിനെ നോക്കി നടത്തേണ്ടതായ, പരിപാലിക്കേണ്ടതായ ഒരു ചുമതലയാണ് ഉള്ളത്. അനിൽ സൗറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട്? ഇത് ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോ ഓർത്തതാണ്, ഈ യൂറോപ്പിലുള്ള തിയോളജിയൻസ് ഇതേ കാഴ്ചപ്പാട് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞുകൊണ്ട്, ഈ ഞാനത് 1-2 വട്ടം പറഞ്ഞിട്ടുണ്ട്, ജെറി ബ്രദറും പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, പക്ഷെ ഈ ചർച്ചയിൽ അത് ഉപകാരപ്പെടും. ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുതിരവണ്ടി കേടായി കിടക്കുന്നത് കാണുന്നു. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ പരിചയമില്ലാത്ത ഒരാളുടെ കുതിരവണ്ടിയാണ്, അറിയില്ല ആരാണെന്നൊന്നും അറിയില്ല, അപരിചിതനായ ഒരാളുടെ കുതിരവണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടിക്കാരനെ അത് റിപ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പോകാം. എന്നാൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ അടുത്ത ഒരാളുടെയാണ്, നമുക്ക് പരിചയമുള്ള, വളരെ കേവല പരിചയമല്ല, വളരെ അടുത്ത സൗഹൃദം എന്തൊക്കെ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് വരികയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ആ സുഹൃത്തിനോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് എത്രയും പെട്ടെന്ന് ആ വണ്ടി ശരിയാക്കിയിട്ട് അവരെ അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് അയക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട്, അതായത് ദൈവം, എന്റെ പിതാവായ ദൈവത്തിന്റെ ആണ് ഈ ഭൂമി, അതുകൊണ്ട് ഈ ഭൂമിയെ മെച്ചപ്പെടുത്തിയെടുക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തമാണെന്നുള്ള ചിന്ത നമ്മളെ സംബന്ധിച്ചുണ്ട്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുണ്ടാകും, അല്ലെങ്കിൽ ബൈബിളിലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുണ്ടാകും. എന്നാൽ മറ്റവരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ല, ആ ഒരു ലെവലിൽ വരുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മോക്ഷം പ്രാപിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഹൂറികളുടെ അടുത്ത് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഭൂമി എങ്ങനെ ആയാലും അവർക്കൊരു വിഷയമേ അല്ല. അത് അവരെ സംബന്ധിച്ച് ഒരു പരിഗണനാർഹമായ ഒരു കാര്യം പോലും അല്ല. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അത് അങ്ങനെയല്ല ഉള്ളത്. അവനെ സംബന്ധിച്ച് ഈ ഭൂമി അവന്റെ പിതാവായ ദൈവം സൃഷ്ടിച്ചതാണ്, നല്ലതെന്ന് കണ്ടതാണ്. പിന്നീട് അത് കറക്റ്റായി പോയെങ്കിലും അത് നല്ലതെന്ന് കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള പിശാച് എങ്ങനെ അതിനകത്തുള്ള വ്യവസ്ഥകളെ ഏത് രീതിയിലൊക്കെ കറക്റ്റാക്കാൻ ശ്രമിച്ചാലും അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ നമ്മൾ നൽകേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാണ് ക്രൈസ്തവരെ ഭരിച്ചിരുന്നത്. അതിന്റെ ഗുണമാണ് ഇന്ന് ലോകത്ത് കാണുന്നതായ എല്ലാ പുരോഗമനവും. ഈ ബാക്കി ടീമുകളൊന്നും അല്ല, ക്രൈസ്തവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുതുതായി കണ്ടുപിടുത്തങ്ങളും മറ്റൊക്കെ അധ്വാന ഭാരത്തെ ലഘൂകരിക്കുന്നത്.
ഇപ്പൊ നമ്മളിവിടെ യൂണിവേഴ്സിറ്റി നളന്തയും തക്ഷശിലയൊക്കെ പറയാറുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ ചിരി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്തുണ്ടാ ഇവിടെയുള്ള അധ്വാനിക്കുന്ന ജനത്തിന്റെ അവന്റെ അധ്വാന ഭാരം ലഘൂകരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തം ഇങ്ങനെയുള്ളതെന്നുണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മൾ വെസ്റ്റിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താണ്? അവിടെയുള്ളവരുടെ അധ്വാന ഭാരം ലഘൂകരിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും അവിടെ നിന്ന് വന്നു. ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ഓരോന്നും. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഈ അടുത്ത് വേറെ ഒരെണ്ണം കണ്ടിരുന്നു. ഒരു കാളവണ്ടി, പഴയ കാലത്തെ ഒരു സംഭവമാണ്. അതായത് കാളവണ്ടി എന്ന് പറയുന്നത് 2 കാളയോ കൂട്ടുന്നത്. അപ്പൊ അതിന്റെ ഈ സെൻട്രലായിട്ട് താഴേക്ക് ഒരു ഇത് നിൽക്കുക, അതിന്റെ കഴുത്തിൽ നുകം വെക്കുന്നുണ്ടല്ലോ, ആ നുകത്തിന്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴുത്തിൽ വെച്ചിട്ടാണ് കാളകൾ നടക്കുന്നത്. പക്ഷെ അതിന്റെ താഴെ ഒരു വീല് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ താഴേക്കുള്ള ഇതുണ്ട്, ഒരു കമ്പി ഇങ്ങനെ താഴേക്ക് നിൽക്കുന്ന ഒരു മരത്തിന്റെ ഇതുണ്ട് ആ നുകത്തും വന്ന് തന്നെ. അതിന്റെ താഴെ ഒരു വീല് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഫലത്തിൽ എന്തായി? അത് 3 ഏക്കറുള്ള വണ്ടിയുടെ ലെവലിലായി. കാളയ്ക്ക് ഭാരം വരുന്നില്ല, തള്ളിക്കൊണ്ടു പോകുന്ന പ്രശ്നമേ വരുന്നുള്ളൂ. അതുപോലെ ആ മൃഗത്തിന്റെ അധ്വാന ഭാരം പോലും ലഘൂകരിക്കണം എന്നുള്ള ചിന്ത അവരിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അല്ലെങ്കിൽ ബാക്കിയുള്ളിടത്തോ അതില്ല. അപ്പൊ അതിന്റെ ആ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്, അവരുടെ ആ 2 കൂട്ടരുടെയും തിയോളജിയുടെ ആ വ്യത്യാസമാണ് അതിനകത്തുള്ളത്. ഒരു കൂട്ടർ അത് കഷ്ടപ്പാടും ദുരിതമൊക്കെ വരുമ്പോൾ അത് കഴിഞ്ഞ ജന്മത്തിലെ പാപമാണ്, അതുകൊണ്ട് ഈ ജന്മത്തിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നു, അവന്റെ ശിക്ഷ അവൻ അനുഭവിക്കട്ടെ, അവന്റെ കാര്യത്തിലൊന്നും നമുക്ക് ഇടപെടേണ്ട ആവശ്യമേ ഇല്ല എന്ന് ചിന്തിക്കുന്നത്. മറുവശത്ത് അങ്ങനെയല്ല, സഹജീവിയാണ്, ഞങ്ങളെല്ലാം പുറകോട്ട് പോയാൽ ഒരേ മാതാപിതാക്കൾ ആദമിൽ നിന്നുണ്ടായവരാണ്, അല്ലെങ്കിൽ നോഹയുടെ ആ വംശത്തിലുള്ളവരാണ്. അപ്പൊ അവൻ കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഭൂമി അവനും കൂടി ഉള്ളതാണ്, ഇതെന്റെ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നൊക്കെയുള്ള ആ വിശാലമായ ചിന്ത അത് ലോകത്തെ വളരെയധികം മാറ്റിമറിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ല, അത് അനിൽ സൗരം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഇതിപ്പം നമ്മൾ 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കുന്ന ഉടനെ ഇപ്പം ആദ്യം ദൈവം ഈ ഭൂമിയിൽ ജോലി ചെയ്ത്, അതായത് ആദ്യത്തെ തോട്ടം ഉണ്ടാക്കിയത് ദൈവമാണ്. ആദ്യത്തെ തോട്ടം ഉണ്ടാക്കി അവിടെ ആദാമിനെയും ആ തോട്ടം പരിപാലിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് ദൈവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയോടുള്ളതായ നമ്മുടെ മനോഭാവം. ഇപ്പോൾ ഈ ഭൂമിയിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ശുദ്രൻ മാത്രമല്ല, ഇത് ദൈവമാണ് ആദ്യമേ ഈ ഭൂമിയിൽ ജോലി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹരത്വമുണ്ട്, അത് തന്നെ ഒരു ആത്മീയമാണ്. ആദ്യത്തെ കവിത എഴുതിയത് ആദാമാണ് ഒരർത്ഥത്തിൽ. അപ്പോൾ അതിന് കാരണം ഹൗവയെ കാണുന്ന തന്നെ ആദാം പറയുന്ന ഒരു ചെറിയ കാവ്യമാണ്. ആദ്യത്തെ ശാസ്ത്ര ചെയ്തത് ആദമാണ് എന്ന് പറഞ്ഞാൽ ആദ്യമേ പേരിടുക എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ടാക്സോണമി ആദ്യമായിട്ട് ചെയ്യുന്നത് ആദമാണ്. അത് ഓരോത്തിൻ്റെയും സ്വഭാവം ചെയ്ത്. അപ്പോൾ ആദ്യത്തെ ആ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന മാനുവൽ ലേബർ, അതേപോലെ തന്നെ സാഹിത്യം, അതേപോലെ തന്നെ ശാസ്ത്രം, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ആദം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ആത്മീയതയുടെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതെല്ലാം നമ്മുടെ ആത്മീയതയുടെ ഭാഗമാണ്. അത് ശരിയായിട്ട് ചെയ്യുമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ആത്മീയതയുടെ ഭാഗമാണ്. ഇപ്പോൾ അനിൽ സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ ഇസ്ലാമിൽ പർദീസ എന്ന് പറയുന്നത് ആദത്തെ സൃഷ്ടിച്ചത് ആദ്യ പർദീസ ഭൂമിയിലല്ല. അതൊരു വലിയ വ്യത്യാസമാണ്. അനിൽ സഹോദരൻ സമ്മതിക്കുമല്ലോ, അതൊരു വലിയ വ്യത്യാസമാണ്. കാരണം നമ്മുടെ പർദീസ എന്ന് പറയുന്നത് ഈ ഭൂമിയിലാണ്. ആദം ഹൗവമാരുടെ പർദീസ ഈ ഭൂമിയിലായിരുന്നു. മറ്റവരെ അവിടുന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇറക്കി വിട്ടൊരു സ്ഥലമാണ് ഈ ഭൂമി. അതുകൊണ്ട് അവർക്ക് എങ്ങനെയും ഇത് വിട്ട് തിരിച്ച് മറ്റേ പർദീസയിലേക്ക് പോകണമെന്നുള്ളതാണ് അവരുടെ ചിന്തയെന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഈ കാഴ്ചപ്പാട് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. സുബ്രഹ്മണ്യം ബ്രദർ അനുവദിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സമയം അനുവദിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഓക്കെ, തീർച്ചയായും അതിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതില്ല, അതിന് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സുബ്രഹ്മണ്യം ബ്രദറെ, നമ്മൾ ആദ്യമേ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പം ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആവർത്തനങ്ങൾ മാത്രം എടുത്താൽ പോലും അതിനകത്ത് തന്നെ ദർശനങ്ങളുടെ ഒരു അടിസ്ഥാന സ്വഭാവം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്, പേരിടുക. ഈ പേരിടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് സ്വന്തമായിട്ടുള്ളതിനെ ഒന്ന് മാത്രമാണ് നമുക്ക് പേരിടാനായിട്ടുള്ള അവകാശമുള്ളത്. അത് വെച്ച് നമ്മൾ നോക്കുന്നുണ്ട്, ആദ്യത്തെ 3 ദിവസം മാത്രമേ ദൈവം പേരിട്ടിട്ടുള്ളൂ. പിന്നീടുള്ള 4-ാമത്തെ ദിവസം ഇപ്പോൾ സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിക്കുമ്പോൾ അവിടെ ദൈവം അതിന് പേരിടുന്നില്ല. 5-ാമത്തെ ദിവസം ദൈവം പേരിടുന്നില്ല. 6-ാമത്തെ ദിവസം ദൈവം പേരിടുന്നില്ല. 6-ാമത്തെ ദിവസം ആദാമിന് പേരിടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദാമിനും ഹൗവയ്ക്കും, സ്ത്രീക്കും പുരുഷനോട് ഒരുമിച്ച് ആദാം എന്നുള്ള പേരിടുന്നുണ്ട്. അത് കാരണം നമ്മൾ ദൈവത്തിന് ഉള്ളവരാണ്. അപ്പോൾ ബാക്കിയുള്ളതിന് പേരിടുന്നില്ല. ആ പേരിടുന്നത് ആർക്കാണ് അവകാശം കൊടുത്തിരിക്കുന്നത്?
ആ പേരിടുന്ന അവകാശം കൊടുത്തിരിക്കുന്നത് നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മൾ ടാക്സോണമി എന്ന് ഇപ്പം പറഞ്ഞത്, ആ ഒരു അവകാശം നമുക്ക് മനുഷ്യന് തന്നിരിക്കുകയാണ്. അത് വലിയൊരു അവകാശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ പരിപാലിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കോവർക്കറായിട്ട്, അതായത് ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നവരായിട്ട്, ഇപ്പോൾ സുവിശേഷത്തിൻ്റെ കാര്യത്തിൽ നമ്മളത് തന്നെയാണല്ലോ, ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നവരായിട്ടാണ് നമ്മളെ ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് ചില പരിധികളുണ്ട്. ആദ്യത്തെ 3 ദിവസം പേരിട്ടത് ദൈവമാണ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ് സൃഷ്ടിച്ചത് ദൈവമാണ്. ആ ബൗണ്ടറീസിനുള്ളിൽ, അതിർവരമ്പുകൾക്കുള്ളിൽ പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നത് ദൈവമാണ്. ഇത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലും സെക്യുലർ വ്യൂവിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബൈബിൾ എടുത്തിരിക്കുന്നതായ വീക്ഷണം എന്ന് പറയുന്നത് ഇതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഖുറാനിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, ഖുറാനിൽ ആദമിനെ സൃഷ്ടിച്ച കാര്യത്തിൽ, ആദമിൻ്റെ സൃഷ്ടിച്ച കാര്യത്തിൽ ഖുറാനിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 29 മുതൽ 38 വരെയുള്ള വാക്യത്തിലാണ് അതിൽ ഇത് അനുസവരൻ ഒന്ന് നോക്കാമെങ്കിൽ ഇംഗ്ലീഷിൽ അത് പറയുന്നത് ആൻഡ് ഹി ടോട്ട് ആഡം ദ നെയിം ഓഫ് ഓൾ തിങ്സ് എന്നുള്ളതാണ്. ആദത്തെ എല്ലാം അള്ളാഹു പേര് പഠിപ്പിച്ചെന്നാണുള്ളതാണ് പറയുന്നത്. അവൻ, അതായത് അള്ളാഹു ആദമിന് നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു. എന്നിട്ട് അവൻ ആജ്ഞാപിച്ചു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഇവിടെ ഇപ്പം നോക്കുമ്പോൾ ആദത്തിന് പേരിടാനുള്ള ഒരു അവകാശമില്ല. ആദത്തിന് മനഃപ്പാഠമാക്കി അത് ഉരുവിടാനുള്ള അവകാശമേ ഉള്ളൂ. അല്ല, ആദത്തിന് സ്വന്തമായിട്ട് പേരിടാനുള്ള ഒരു അവകാശമില്ല. അതുകൊണ്ട് തന്നെ വളരെ താഴ്ന്ന ഒരു വ്യൂ ആണ് മനുഷ്യനെ പറ്റി ഖുറാൻ സംഭാവന ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കിതിനെ, ഈ സൃഷ്ടിയൊക്കെ പരിപാലിക്കാനായിട്ടുള്ളൊരു അടിസ്ഥാന അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മനുഷ്യനെ പരസ്പരം ഭരിക്കാൻ വേണ്ടിയുള്ളൊരു അവകാശം തന്നിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ആദ്യമേ 2 പേർ കൂടെ ഒരുമിച്ച് ദൈവം പേരിട്ടത്. എന്നാൽ ഇത് ഖുറാനിൽ മാത്രമല്ല, ഇപ്പം നമ്മൾ ഹിന്ദുയിസത്തിലേക്ക് വരുമ്പോൾ ഈ നാമവും രൂപവും എല്ലാം ബ്രഹ്മാവ് മാത്രമല്ല നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ശാസ്ത്രം, നമ്മൾ അവരുടെ ഒരു ശാസ്ത്രം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിപുലമായ രീതിയിലാണ്, ആധുനിക ശാസ്ത്രം എന്നുള്ള രീതിയിൽ മാത്രമല്ല. ഇപ്പം ഒരു ആയുർവേദം, ഒരു മെഡിസിൻ്റെ കാര്യം, ആയുറിൻ്റെ കൂടെ വേദം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഹിന്ദു പഠിപ്പിക്കുകയുള്ളൂ. കാരണം ഇത് ആരോ തന്നിരിക്കുന്നതാണല്ല, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതല്ല. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു അവകാശം ഹിന്ദുവിനില്ല. ഇല്ലാത്തതുകൊണ്ടാണ് ഈ വേദങ്ങളോടൊന്നുള്ള പേരുകൂടെ ചേർത്ത് വേദങ്ങൾ ആയുർവേദമാക്കി അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനിക്ക് അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഒക്കെ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് പഠിക്കാനും ഇത് ചെയ്യാനുമായിട്ടുള്ളൊരു അവകാശം നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട്, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അവകാശം മറ്റു മതങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എററാണ് ഈ സെക്യുലറിസം പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്നത് നമുക്ക് എല്ലാത്തിനും അവകാശം ഉണ്ടെന്നുള്ളതാണ്. എല്ലാത്തിനും, അതായത് അവസാനത്തെ 3 ദിവസം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം മറ്റു മതങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ, ആദ്യത്തെ 3 ദിവസം ദൈവം വെച്ചിരിക്കുന്ന അതിർവരമ്പുകൾ നിരീശ്വരവാദം പറയുന്ന ഇല്ല നമുക്കതിനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഒരു അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളാണ് എല്ലാം നിശ്ചയിക്കുന്നതെങ്കിൽ അവസാനം എങ്ങനെയാണെന്ന് പറയുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ തന്നെയാവും. അധികാരമുള്ളവന്, പവറുള്ളവന് അമേരിക്ക പറയുന്ന രീതിയിലാവും ക്രമം മുഴുവൻ നടക്കുന്നത്. എന്ന് ഒരു ഭരണം, അതായത് ഈ ആർക്ക് സാമ്പത്തികമായിട്ട് ശക്തിയുണ്ടോ, ആർക്ക് ബുദ്ധിപരമായിട്ട് മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആർക്ക് കയ്യൂക്കുണ്ടോ, ആയുധമുണ്ടോ, അവൻ പറയുന്നതാവും നിയമം. എന്നാൽ ബൈബിളിൽ ആ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അതിർവരമ്പുകൾ നിശ്ചയിച്ച് നമുക്ക് തന്നത്. അതൊരു ദർശനമായിട്ട് നൽകുന്നതാണ്. പിന്നീട് ദൈവം ഈ ലോസ് എല്ലാം തരുമ്പോൾ, നിയമങ്ങളെല്ലാം തരുമ്പോൾ നമുക്ക് ആ അതിർവരമ്പുകൾ നിശ്ചയിച്ച് തരികയാണ്. ആ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒരുപോലെ, അതിൻ്റെ ആ ഭംഗി ഒന്ന് നോക്കണം. 6 ദിവസങ്ങളെ ദൈവം തിരിക്കുമ്പം ആ മനോഹരമായ ഭംഗിയിലാണ് ദൈവം തിരിച്ചു തന്നിരിക്കുന്നത്. ഇപ്പം ഖുറാനിലെയൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെയൊക്കെ 6 ദിവസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്രമവും ഇല്ലാത്തതാണ്. അൽഫൗറിന് അതിനോട് ഞാൻ ഒരു ഹദീസ് ഒന്ന് വായിക്കാം. അതിന്റെ ഇതില് ഈ 6 ദിവസങ്ങളുടെ ഇത് സഹീഹ് മുസ്ലിമാണ്. സഹീഹ് മുസ്ലിം sunna.com സഹീഹ് മുസ്ലിം 2789 ഹദീസാണ്. അല്ലെങ്കിൽ സഹീഹ് മുസ്ലിം ബുക്ക് 39 ഹദീസ് നമ്പർ 6707. അപ്പൊ അത് ഇംഗ്ലീഷാണ് ഹദീസ്. ഇങ്ങനെയാണ്: Abu Hurairah reported that Allah's messenger took hold of my hands and said, Allah, the exalted and glorious, created the clay on Saturday, and he created the mountains on Sunday, and he created the trees on Monday, and he created the things entailing labor on Tuesday, and created light on Wednesday,
and like caused the animals to spread on Thursday, and created Adam, peace be upon him, after Asr on Friday, the last creation at the last hour of the hours of Friday, between afternoon and night. This hadith is narrated through another chain of transmitters. അതായത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാണ്. അള്ളാഹു ശനിയാഴ്ച മുതലാണ് സൃഷ്ടി ചെയ്യാൻ തുടങ്ങിയത്. ശനിയാഴ്ച ക്ലേ ഉണ്ടാക്കി, ചെളി അല്ലെങ്കിൽ മണ്ണ്, കളിമണ്ണ് എന്തോ മണ്ണ് ഉണ്ടാക്കി ഭൂമിയില്. അപ്പൊ അതുവരേക്കും മണ്ണ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇല്ലാത്ത മണ്ണ് അപ്പൊ അന്നാണ് ഉണ്ടാക്കിയത്. ഞായറാഴ്ച മലകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ ഉണ്ടാക്കി. തിങ്കളാഴ്ച വൃക്ഷങ്ങൾ ഉണ്ടാക്കി, വൃക്ഷങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കി. ചൊവ്വാഴ്ച പണി ചെയ്യാൻ ആവശ്യമുള്ള ലേബറിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ബുധനാഴ്ച പ്രകാശം ഉണ്ടാക്കി, അതുവരേക്കും വെളിച്ചുണ്ടായില്ല, ഇതൊക്കെ ഇരുട്ടിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. വ്യാഴാഴ്ച മൃഗങ്ങളെ എല്ലാം ഭൂമിയിൽ പരത്തുന്നു. വെള്ളിയാഴ്ചയുടെ അവസാന മണിക്കൂറിലെ ആ അവസാന സമയത്ത് ആദാമിനെയും സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്കിപ്പോ കേൾക്കുമ്പോ ചിരി വരും, ഇതൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ ചിരിക്കുകയും ചെയ്യും. പക്ഷെ അവരെ സംബന്ധിച്ച് ഇത് മഹത്തായ ശാസ്ത്രമാണ്, ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് നമ്മുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ നിരീശ്വരവാദികളെ എക്സ്-മുസ്ലിങ്ങളോ ഒക്കെ ബൈബിളിനെ വിമർശിക്കുന്നത് പലതും, ഈ എക്സ്-മുസ്ലിങ്ങളും പലരും ബൈബിളിനെ വിമർശിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ച് ഇതൊക്കെ ബൈബിളിലുള്ളതാണെന്നുള്ള തെറ്റിദ്ധാരണ അല്ലേ. വേറെ ബൈബിളിനെ വായിച്ചിട്ടല്ല വിമർശിക്കാൻ വരുന്നത്, ഇതൊക്കെ വായിച്ച് മദ്രസയിൽ കിട്ടിയ അറിവ് വെച്ചിട്ട് ഇതൊക്കെ ബൈബിളിലും കാണും എന്നുള്ള ധാരണയല്ല പലരും വരുന്നത്. പക്ഷെ ബൈബിൾ വായിച്ചു നോക്കിയാൽ അറിയാം അതങ്ങനെയൊന്നുമല്ല. കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ദൈവം ആ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിരിക്കുന്നത്, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ അതിലെല്ലാം ദൈവം ഒരു അമൂല്യമായ സത്യങ്ങളൂടെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ ക്രമം തന്നെ തന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചതുപോലെ പാഴും ശൂന്യവുമായിരുന്ന, അപ്പോൾ പാഴിന് ഒരു രൂപം നൽകി ആ ശൂന്യതയെ നിറയ്ക്കുന്ന, അതേപോലെ തന്നെ ആദ്യത്തെ 3 ദിവസം പേരിടുന്നു, അടുത്ത 3 ദിവസം പേരിടുന്നില്ല. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു ക്രമവും ആ ഒരു പാറ്റേൺ, ഒരു മനോഹരമായ രീതിയിലുള്ള ഒരു വിവരണമാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. മുഹമ്മദിൻ്റെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞു തന്നെ അത് മുഴുവൻ പിച്ചി ചിന്തി അത് ഏതോ രീതിയിലൊക്കെയാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതൊന്നും മുഹമ്മദിന് ഇതൊന്നും ഗ്രഹിക്കാനുള്ളൊരു കഴിവില്ലായിരുന്നു. അത് അദ്ദേഹത്തെ നമ്മൾ കുറ്റമായിട്ട് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അവർ തന്നെ സമ്മതിക്കുന്ന പോലെ അദ്ദേഹത്തിന് അതിനുള്ള അഭ്യാസമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അത് ധ്യാനിക്കാനുള്ള ഒരു വേറെ യുദ്ധം ചെയ്തും അനേക സ്ത്രീകളെ കൂട്ടിയൊക്കെ നടക്കുന്ന സമയത്ത് ഇതൊക്കെ ധ്യാനിക്കാനായിട്ടുള്ളൊരു സാവകാശം അദ്ദേഹത്തിന് കിട്ടിയില്ലെന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അതുകൊണ്ട് ഒരു കുറ്റമായിട്ട് അത് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അതിൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നുകൊണ്ട് ഇതിൻ്റെ ക്രമവും മനോഹരത്വവും ഒന്നും മുഹമ്മദിന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ക്രിസ്ത്യാനികൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന, ഇപ്പോൾ 1-ാം അധ്യായത്തിലെ ചില സത്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അനിൽ സഹോദരനും സുബ്രഹ്മണ്യം ബ്രദറും സമ്മതിക്കും, നമ്മൾ ആദം ഹൗവമാരുടെ സൃഷ്ടി സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയില്ല. കാരണം അത് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫുൾ എപ്പിസോഡ് മിനിമം വേണം. ഏത് അടിസ്ഥാന കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്കൊരു 1.5-2 മണിക്കൂർ പറഞ്ഞാലേ നമുക്കതിൻ്റെ ഒരു ഇത് തുടങ്ങാനൊക്കെ ഇട്ടുള്ളൂ. ഇപ്പോൾ അഗസ്റ്റിനൊക്കെ ഉൽപ്പത്തി പുസ്തകം വ്യാഖ്യാനം എഴുതി തുടങ്ങി 1:26 ആയി കഴിഞ്ഞപ്പോഴത്തേന് അഗസ്റ്റിൻ നിർത്തുകയാണ്. കാരണം അഗസ്റ്റിൻ പറയുന്നത് ഇതിനെയും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന സംഭവമല്ല. കാരണം നമ്മളെ ഒരൊറ്റ ഇത് മാത്രമാണ് നമ്മളത് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ അതാത് തരം ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതാത് തരം കാര്യങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് പറയാത്തൊരു കാര്യമുണ്ട്. അത് പറയാത്തത് ആദമിൻ്റെ കാര്യത്തില്ല. ആദം ഹൗവമാരെ സൃഷ്ടിച്ചപ്പം അവരെ അതാത് തരം സൃഷ്ടിച്ചെന്ന് പറയുന്നില്ല. പകരം ദൈവം പറയുന്നത് അവരെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണെന്ന്. അപ്പം മറ്റ് മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കൊരു നിസ്തുല്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു തരം അതാത് തരം എന്ന് പറയുമ്പോൾ അതാത് തരം, ഒരു തരം ആടിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തരം പൂച്ച നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ഒരു പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള എല്ലാ പൂച്ചയെ കണ്ടതിനും തുല്യമാണ്. പിന്നീട് ആ പൂച്ചയെപ്പറ്റി നമുക്കത് അധികമായിട്ടൊന്നും പഠിക്കാനായിട്ടില്ല, ചില ചെറിയ നേരിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്നാൽ മനുഷ്യനെ പറ്റി പറയുമ്പോൾ അങ്ങനല്ല. ഒരു വ്യക്തിയെ കണ്ടതുകൊണ്ട് ലോകത്തിലെ എല്ലാ വ്യക്തികളെയും വ്യത്യസ്തമാണ്, അവരുടെ രീതി വ്യത്യസ്തമാണ്, അവരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ ആ ഒരു പൊട്ടൻഷ്യൽ, അതിൻ്റെ ഒരു ബഹുത്വം, അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാമെന്ന് ഓർക്കുന്നത്. കാരണം ഈ എപ്പിസോഡ് നമ്മൾ ഇപ്പം തന്നെ 1 മണിക്കൂറിൽ ഏതാണ്ടാകുന്നു.
നമ്മൾ ഇനി അത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് പോകും. അതൊരു പക്ഷേ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാവുന്നതാണ് സുബ്രഹ്മണ്യം ബ്രദറെ. എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ അതിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അനിൽ സൗരനും പറയും, അത് ഇസ്ലാമിൻ്റെ ഒക്കെ പറയുകയാണെങ്കിൽ പിന്നെ അവിടെ കോമഡിയാണ്. ആദത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് തുടങ്ങുകയാണെങ്കിൽ അത് കോമഡി രീതിയിലാണ് പോകുന്നത്. അതായത് മുഹമ്മദിന് ഇതൊന്നും മനസ്സിലായിട്ട് പോലും ഇല്ല. ബൈബിളിൻ്റെ ബഹുത്വം മനോഹരത്വം ഒന്നും മുഹമ്മദിന് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഹിന്ദുയിസം, അതുപോലെ തന്നെയാണ് സെക്യുലറിസം. ഇത് നമ്മൾ സെക്യുലറിസത്തിലേക്ക് പോയിട്ടില്ല, നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടില്ല. ഇത് കേൾക്കുന്ന നിരീശ്വരവാദികൾ ഓർക്കണം, നിങ്ങളുടെ റിച്ചാർഡ് ഡോക്കിൻസും ബാക്കിയുള്ളവരും ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നോ ഈ ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശയത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് പറയുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളതിൽ നിന്നും ഒന്നും വ്യത്യസ്തമല്ല. നിങ്ങൾ റിച്ചാർഡ് ഡോക്കിൻസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന അവസാനം ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് അക്രമമാണ്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നീതിയല്ല. ഇതൊക്കെ റിച്ചാർഡ് ഡോക്കിൻസ് സ്വന്തം വാക്കുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയാം. ഞങ്ങളിതൊരു താരതമ്യ പഠനം പോലെ മതത്തിൻ്റെ കാര്യം മാത്രം ചർച്ച ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിരീശ്വരവാദം കൂടെ ഞങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളുടെയും അഭാവം കാണിക്കാം. ലോകത്തിന് ദർശനം നൽകുന്ന ഏക പുസ്തകം അത് വിശുദ്ധ ബൈബിള് മാത്രമാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു സാമ്പിൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ, പ്രത്യേകിച്ച് ബൈബിളിനെ കുറിച്ചുള്ള പഠന പരമ്പര നമ്മളോട് ആരംഭിക്കുമ്പോൾ സത്യത്തിൽ ഇതൊരു മതഗ്രന്ഥങ്ങൾക്ക് ഉപരിയായി നിലനിൽക്കുന്ന ഒരു വിശ്വമഹാദർശനങ്ങളുടെ ഭൂമിക തന്നെയാണ് എന്ന് ഈ ചർച്ച കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യമാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ പഠന പരമ്പര ആരംഭിക്കുന്ന ഈ സമയത്ത് തന്നെ തികച്ചും വ്യത്യസ്തമായി ഇന്നലെകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നാം വായിച്ചിട്ടില്ലാത്ത പുതിയൊരു വഴിത്താര ദൈവവചന പഠനത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന പ്രിയ ജെറിബ്രദറിനും ബഹുമാനപ്പെട്ട അനിൽബ്രദറിനുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ദൈവം നമ്മെ സഹായിക്കും.